ഹൈക്കോടതി വിധി അനുകൂലമായതിനു പിറകെ വിസിമാരുടെ പട്ടിക നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് 3 പേർ വീതം അടങ്ങുന്ന പട്ടികയാണ് രാജ്ഭവന് കൈമാറുക. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുന്നതിൽ രാജ്ഭവൻ തീരുമാനമെടുത്തിട്ടില്ല. സാങ്കേതിക സർവകലാശാല വിസി കെ ശിവപ്രസാദിന്റെയും ഡിജിറ്റൽ സർവകലാശാല വിസി സിസ തോമസിന്റെയും നിയമനങ്ങളാണ് ഹൈക്കോടതി തള്ളിയത്. സർക്കാർ പട്ടികയിൽ നിന്ന് നിയമനം നടത്തണമെന്ന സിംഗിൾ ബെഞ്ച് വിധിയാണ് ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചത്. വിധി അനുകൂലമായതോടെ പുതിയ വിസിമാരെ നിയമിക്കാൻ വേണ്ടി പട്ടിക നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ സർവകലാശാലയ്ക്കും 3 പേർ അടങ്ങുന്ന പട്ടികയായിരിക്കും രാജ്ഭവന് സർക്കാർ കൈമാറുക. സർക്കാരിന്റെ കൂടെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്ന് തെരഞ്ഞെടുത്ത് നൽകുകയാണ് ചാൻസലർ ചെയ്യേണ്ടതെന്നും കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. ഉടനെ പാനൽ തയ്യാറാക്കി നൽകും. കേരള വിസി മോഹൻ കുന്നുമലിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആഞ്ഞടിച്ചു. ഡോക്ടർ എന്ന നിലയിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന, നന്നായി രോഗികളെ നോക്കിയിരുന്ന ഡോക്ടറാണ്. പക്ഷേ അക്കാദമികമായിട്ടുള്ള ഒരു വിശാല വീക്ഷണം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ നിന്ന് തന്നെ വരുന്നത്. അതേസമയം ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ആലോചനയിലാണ് ഗവർണർ. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.